Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന പേപ്പറിൻ്റെ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ആർ ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തൊക്കെ തന്നെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും സെയിൽസ് വോളിയം കൂടിയാലും ഒക്കെ ചില കോസ്റ്റുകൾ എപ്പോഴും ഫിക്സഡ് ആയിട്ട് തന്നെ നിലനിൽക്കും. അതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Cost that remain the same regardless of the level of production or sales volume. Example, rent, salary, insurance, property tax, interest payments on loan, depreciation. ഇതെല്ലാം എപ്പോഴും ഫിക്സഡ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ടൈം ബേസ്ഡ് ആണ് റാദർ ദാൻ വോളിയം ബേസ്ഡ്. എത്ര തന്നെ നമ്മൾ വോളിയം പ്രൊഡക്ഷൻ കൂട്ടിയാലും ഈ കാര്യം എന്ന് പറയുന്നത് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇൻകേർഡ് ഈവൺ ഇഫ് പ്രൊഡക്ഷൻ ഈസ് സീറോ. ചിലപ്പം നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടക്കാത്ത സമയത്തും ഈ കോസ്റ്റ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. ഡിക്രീസ് പെർ യൂണിറ്റ് ആസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. പക്ഷേ പ്രൊഡക്ഷൻ കൂടുന്തോറും എന്താണ് ഇതിൻ്റെ പെർ യൂണിറ്റ് അത് ഡിക്രീസ് ആയിട്ട് വരുന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് ചോദിച്ചത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മാറിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് അവിടെ പറയുന്നത്. കോസ്റ്റ് ദാറ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ് വോളിയം. എത്ര സെയിൽസ് വോളിയം വരുന്നോ അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്താണോ ഉള്ളത് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, സെയിൽസ് കമ്മീഷൻ, ഷിപ്പിംഗ് കോസ്റ്റ്, യൂട്ടിലിറ്റീസ്, ഇതെല്ലാം എന്താണ് നമ്മുടെ സെയിൽസ് വോളിയം കൂടുന്നതനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ കീ പോയിന്റ് പറയാം, ഇവിടെ വോളിയം ബേസ്ഡ് ആണ്, മറ്റൊരു ടൈം ബേസ്ഡ് ആയിരുന്നു. ഇവിടെ വോളിയം നമ്മൾ എത്രത്തോളം പ്രൊഡക്ഷൻ കൂടുന്നു, എത്രത്തോളം സെയിൽ നടത്തുന്നു അതിനനുസരിച്ചായിരിക്കും ആ കോസ്റ്റ് ഉണ്ടായിരിക്കുക. ആൻഡ് പ്രൊഡക്ഷൻ കൂടുന്തോറും എന്താ ഇൻക്രീസ് ചെയ്യണം. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ഈ ഒരു വേരിയബിൾ കോസ്റ്റും കൂടും, കുറയും തോറും കോസ്റ്റ് കുറയും, അങ്ങനെയാണ് വരുന്നത്. റിമെയിൻ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അത് കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. വൈ ദ ഡിസ്റ്റിങ്ഷൻ മാറ്റേഴ്സ്. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ബിസിനസ് ബിക്കോസ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ബ്രേക്ക് ഇവൺ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലെവൽസ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് മാർജിൻ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇൻഫോം ഡിസിഷൻ അബൌട്ട് പ്രൈസിങ്, പ്രൊഡക്ഷൻ ലെവൽ ആൻഡ് കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്, അതേപോലെ തന്നെ ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, ഐഡൻറ്റിഫൈങ് കോസ്റ്റ് ആറ്റ് ലൈക്ലി ടു ചേഞ്ച് ഇൻ ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുന്നവിടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ലെറ്റ് മീ നോ ഇഫ് you would like a more in-depth explanation or example related to a specific industry. What is meant by posting? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ജസ്റ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക ഇൻ എ ജേർണൽ ടു ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ എ ലെഡ്ജർ. ജേർണലിൽ നിന്ന് ഓരോ അക്കൗണ്ടിലേക്ക്, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ആ ഒരു ട്രാൻസാക്ഷനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതുവഴി നമുക്ക് ഫിനാൻഷ്യൽ റെക്കോർഡൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ കീ പോയിന്റ്സ്, ഇവിടെ പോസ്റ്റിംഗ് നടത്തുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആണ് നടക്കുന്നത്. അക്യുറസി ആൻഡ് ടൈംലിനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്രോസ് റെഫറൻസിങ്, നമുക്ക് എളുപ്പം എപ്പോൾ വേണമെങ്കിലും ആ പോസ്റ്റിംഗ് സമയത്ത് ഒന്നും കൂടിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പോയിൻ്റായിട്ട് പറയുന്നത്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ആവശ്യമാണ്, ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ആവശ്യമാണ്. കംപ്ലയൻസുകൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ പോസ്റ്റിംഗ് ഈസ് നെസറി ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടാക്സ് റെഗുലേഷൻ. ടാക്സ് റെഗുലേഷനും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനൊക്കെ എപ്പോഴും അത് ആവശ്യപ്പെടുന്ന പ്രകാരത്തിലുള്ളത് അവിടെ നമ്മൾ ഒരുക്കി വെക്കുക എന്നുള്ള അതിനോട് കംപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് മെത്തേഡാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അലോക്കേറ്റ് ദ കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ്, അതായത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന അസറ്റ്, ഇപ്പോൾ മെഷീനറി, പ്ലാന്റ് അതേപോലെ തന്നെ ബിൽഡിങ്, ലാൻഡ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. അതിന് എത്രത്തോളം ലൈഫ് ഉണ്ടോ അതിനനുസരിച്ച് എത്ര കാലം വരെ നമ്മൾ യൂസ് ചെയ്യുന്നു ആ സമയം വരെ കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയുള്ള കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അതുവഴി നമുക്ക് ആ വാല്യൂ അസറ്റിൻ്റെ ഉപയോഗിച്ച് തീരാറാവുമ്പോഴേക്കും ആ ഒരു എമൗണ്ട് നമുക്കവിടെ റിക്കവർ ചെയ്യുന്നു. അതായത് പിന്നീട് അത് കാലഹരണപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാലക്രമേണ നഷ്ടപ്പെടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ്.
ഡിപ്രീസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം നമുക്ക് കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ, ബാലൻസ് ഷീറ്റിലൊക്കെ അത് അവിടെയാണ് അതിൻ്റെ ആ അസറ്റിൻ്റെ വാല്യൂ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ടാക്സിന് ബെനിഫിഷ്യലാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുമ്പോൾ ആ ടാക്സിൽ നിന്ന് നമുക്ക് ഡിഡക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ടാക്സ് ലയബിലിറ്റി നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്. It involves measuring, processing and communicating financial information to a variety of stakeholders including investors, creditors, മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലേറ്റേഴ്സ്. അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് നമുക്കറിയാലോ. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, ഇൻ്റർപ്രിറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്. അതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ്. പിന്നെ ക്ലാസിഫൈ ചെയ്യും, അതിനെ സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയിനെയും കുറിച്ച് ഒരു സ്പെസിഫിക് പീരീഡിൽ കമ്പനിക്ക് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടായതിന് ക്ലിയർ പിക്ചർ കിട്ടാനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ആൻസർ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ അബൌട്ട് കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റിനെ അറിയാനും ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ട് കമ്പനിക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, അതിനെ വീട്ടാൻ പറ്റുമോ, അതേപോലെ ഷോർട്ട് ടേമിലേക്കുള്ള അതിൻ്റെ പവർ എങ്ങനെയാണ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി, ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ളതിനെല്ലാം സഫീഷ്യൻ്റ് ആയ അളവിലുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതിന് കിട്ടുന്ന റിട്ടേൺസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും ആൻഡ് ഫ്യൂച്ചറിൽ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യനിലാണ് എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു ഫിസിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ് ആയിരിക്കില്ല. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ സബ്സ്റ്റൻസസ്, എക്കണോമിക് വാല്യൂ, ദ ക്രൂഷ്യൽ ഫോർ മെനി ബിസിനസ്സസ്. പല ബിസിനസ്സിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ലോങ് ടേം വാല്യൂവിൻ്റെ ബേസിലുണ്ടാവുക. ഇൻടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ നോൺ ഫിസിക്കലാണ്, നമുക്ക് ടച്ച് ചെയ്യാനോ സീൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. എക്കണോമിക് വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അത് ഐഡൻറ്റിഫയബിൾ ആണ്, സെപ്പറേറ്റ് ഫ്രം ബിസിനസ് ആൻഡ് സോൾഡ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ഗുഡ് വില്ല്, ഇതെല്ലാം നമുക്കതിന് വേണ്ടിയിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് തന്നെ പറയാം. പക്ഷെ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, ലൈസൻസ്ഡ് ആണ്, അത് സെല് ചെയ്യാൻ പറ്റും, റെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. വാട്ട് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ഹൗ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യേണ്ടതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതും അത് കൃത്യമായിട്ട് റൂൾസും പ്രിൻസിപ്പിൾസും ഉണ്ട്. ആ ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അത് കമ്പയറബിൾ ആയിരിക്കും, വളരെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടൈമിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ ട്രെൻഡ് അനാലിസിസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രെൻഡ് അനാലിസിസ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അതൊരു ടെക്നിക്കാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഒരു കുറച്ച് കാലങ്ങളിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലയളവിലുള്ള ഫിനാൻഷ്യൽ ഡാറ്റയെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് ആ ട്രെൻഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് കീ ഫിനാൻഷ്യൽ മെട്രിക്സിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാനാണ്. അതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന ട്രെൻഡ് അനാലിസിസിൽ ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു ബേസ് ഇയർ എടുത്ത് വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കമ്പനിയുടെ പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷത്തിനായിരിക്കും നമ്മൾ അതിൻ്റെ ബേസ് ഇയർ ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് ആ വർഷത്തിൽ നിന്നാണ് രണ്ടാമത്തെ വർഷം ഒരു കമ്പയർ ചെയ്യുക. ആദ്യത്തെ വർഷം കൊണ്ട് മൂന്നാമത്തെ വർഷം കമ്പയർ ചെയ്യുക. അങ്ങനെ ഒരു ബേസ് ഇയർ വെച്ചിട്ടാണ് കമ്പാരിസൺ വരിക. പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ് വന്നിരിക്കുക നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ വർഷം ഒരു കമ്പനിക്ക് അതിൻ്റെ വാല്യൂ 100 കിട്ടിയെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ വർഷം 200 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ 100ൽ നിന്ന് 200ലേക്ക് ആവാൻ 100 ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിനെ പെർസെൻറ്റേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയുന്നത്.
അങ്ങനെ ആ ട്രെൻഡ് ചിലപ്പം ആ 100 ഉള്ളത് 50 കുറയാനും മതി. അപ്പോൾ ആ ട്രെൻഡ് എന്താണ്, കൂടിക്കൊണ്ടാണോ ഇരിക്കുന്നത് കുറഞ്ഞുകൊണ്ടാണോ പോകുന്നതൊക്കെ അറിയാൻ പറ്റും, റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കറണ്ട് ലയബിലിറ്റിയും കണ്ടിജന്റ് ലയബിലിറ്റി എന്താണെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ കമ്പനിക്ക് ഷോർട്ട് ടേമിലേക്കുള്ള ഫിനാൻഷ്യലി കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് പറയുന്നത്. അത് വിതിൻ 1 ഇയർ ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലോ കമ്പനിക്ക് കൊടുത്ത് വീട്ടാണ്ട ആവശ്യമുള്ള ഒബ്ലിഗേഷൻസിനെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി മെൻഷൻ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ, ഷോർട്ട് ടേം നോട്ട്സ് പേയബിൾ, അക്രൂഡ് എക്സ്പെൻസുകൾ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ ലയബിലിറ്റീസ് തന്നെയാണ്. അത് ഫ്യൂച്ചറിലായിരിക്കും അറൈസ് ചെയ്യുക, ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് എൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഈവൻ. നമുക്ക് പോലും ഉറപ്പില്ലാത്ത ചില ഈവൻറ്റ്സ്, ചിലപ്പോൾ അത് നടക്കുമായിരിക്കാം, നടക്കാതിരിക്കാം. അങ്ങനെയുള്ള ഈവൻറ്റ്സിൻ്റെ ഔട്ട്കം എന്താണോ അതിനാണ് കണ്ടിജന്റ് ലയബിലിറ്റി. അതുമൂലം നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു ഫോർമൽ ലയബിലിറ്റി പോലെ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രോബബിൾ ആണത്, കാരണം ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. എസ്റ്റീമബിൾ ആണ്, പ്രോബബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ ലോ സ്യൂട്ട്സ്, പ്രൊഡക്റ്റ് വാറണ്ടികൾ, ഗ്യാരണ്ടി, ഇതൊക്കെ. വാട്ട് ഡു യു മീൻ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്? എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം അവിടെ പ്രധാനമായിട്ടും കമ്പനി മേക്ക് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡയറക്റ്റ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ സെല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടാവുന്ന ഡയറക്റ്റ് കോസ്റ്റ് എന്താണോ അതിനെ കുറച്ചതിന് ശേഷം ഉള്ളതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ റവന്യൂ, അതിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക, അപ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് റോ മെറ്റീരിയലും ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും ആണ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻകം ആണ്, ഫൈനൽ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി മേക്കിംഗ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഇറ്റ്സ് ഓൾ എക്സ്പെൻസസ്. എല്ലാ എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ് എല്ലാം ടോട്ടൽ റവന്യൂവിൽ നിന്ന് കുറച്ചതിന് ശേഷം. നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക, ടാക്സ് കുറയ്ക്കുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുക, ശേഷമുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞത് അത് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടതായിട്ടുള്ള ചിലവുകൾ, റെൻറ്റും സാലറിയും യൂട്ടിലിറ്റിയും മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും അഡ്മിനിസ്ട്രേഷനും ഒക്കെ വരും ഇവിടെ. ഇത്രയാണ് ഫസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, റിസർവും പ്രൊവിഷനും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ പറയും നേച്ചറിൻ്റെ ബേസ്, പർപ്പസ്, ക്രിയേഷൻ, നേച്ചർ ഓഫ് ലയബിൾ, ടാക്സ് ഇംപ്ലിക്കേഷൻ, എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടാണ്. അതൊരിക്കലും ഡിവിഡൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, അതെപ്പോഴും ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് റിസർവ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി വയ്ക്കും, ചില ഫ്യൂച്ചർ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് റിസർവാണ്. ഫ്യൂച്ചർ കണ്ടിജൻസീസ് ഒക്കെ മീറ്റ് ചെയ്യുക, എക്സ്പാൻഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. നമുക്ക് പൊട്ടൻഷ്യൽ ലോസസോ എക്സ്പെൻസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ക്രിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗമാണ് റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഇവിടെ ക്രിയേറ്റഡ് ബൈ ചാർജിങ് ആൻ എക്സ്പെൻസ് ടു ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നെറ്റ് ഇൻകം കുറയുന്നു. ഇതൊരു ലയബിലിറ്റി അല്ല ഒരിക്കലും, ഇത് ഓണറുടെ ഇക്വിറ്റിയുടെ ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ലയബിലിറ്റി ആയിട്ടാണ്. മേ ഓർ മേ നോട്ട് ബി മെറ്റീരിയലൈസ്, രണ്ടും സംഭവിക്കാം. ചിലപ്പോൾ അത് മെറ്റീരിയലൈസ് ചെയ്യാം അല്ലെങ്കിൽ മെറ്റീരിയലൈസ് ചെയ്തോളുന്നില്ല. പിന്നെ ജനറലി ഇതൊരു നോൺ ടാക്സ് ഡിഡക്റ്റബിൾ ആണ് റിസർവ്. പക്ഷേ ഇവിടെ മേ ബി ടാക്സ് ഡിഡക്റ്റബിൾ ആയിരിക്കാം. ആക്ച്വൽ ലോസ് ഓർ എക്സ്പെൻസ് ഒക്കേഴ്സ്, അത് സംഭവിക്കുകയാണെങ്കിൽ അത് ടാക്സ് ഡിഡക്റ്റബിൾ ആയിരിക്കും. പിന്നെ എക്സാമ്പിൾ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അതേപോലെ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ഒക്കെയാണ് റിസർവിൻ്റെ എക്സാമ്പിൾ. പ്രൊവിഷൻ പറയുമ്പോൾ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, ടാക്സേഷനുള്ള പ്രൊവിഷൻ ഒക്കെയാണ് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ 12ാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ട. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അസറ്റ് ഷുഡ് ബി റെക്കോർഡ് അറ്റ് ദി ഒറിജിനൽ പർച്ചേസ് പ്രൈസിലായിരിക്കും അസറ്റ് റെക്കോർഡ് ചെയ്യുക. റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ
റവന്യൂ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്ന വെൻ ഇറ്റ് ഈസ് ഏൺഡ്. അത് ക്യാഷ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയെന്നുള്ളതല്ല, അതിൻ്റെ റവന്യൂ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കാണിക്കുക എന്നുള്ളതാണ്. മാച്ചിങ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എപ്പോഴും എക്സ്പെൻസ് അതിൻ്റെ ഇൻകത്തിന് അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് എപ്പോഴും മാച്ച് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അക്രൂവൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ദേ ഒക്കർ റാദർ ദാൻ വെൻ ക്യാഷ് ഈസ് എക്സ്ചേഞ്ച്. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതവിടെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്, ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്താലും ഇല്ലെങ്കിലും. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവും എന്ന് അസ്യൂം ചെയ്യാം. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനി ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് വരും വർഷങ്ങളെല്ലാം അത് ഉപയോഗിക്കുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതുമ്പം എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കണം എന്നില്ല, പക്ഷെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. അത്രയാണ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 13ാമത്തേൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് CVP അനാലിസിസിനെ കുറിച്ചിട്ട് കോസ്റ്റ് വോളിയം പ്രോഫിറ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഫിനാൻഷ്യൽ ടൂളാണ് ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റും വോളിയം പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യാനാണ്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് മേക്സ് ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് പ്രൈസിങ്, പ്രൊഡക്ഷൻ ലെവൽ ആൻഡ് സെയിൽസ് മിക്സ്. പിന്നെ പറയുന്നത് കീ കൺസെപ്റ്റ് എന്തൊക്കെയാണ് CVP അനാലിസിസ്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ അക്കൗണ്ടിങ് തന്നിരിക്കുകയാണ്, ഇക്വേഷൻ വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ് കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 50,000. അപ്പോൾ ഇവിടെ അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ എഴുതി. അപ്പോൾ ഇവിടെ കമൻസ് ബിസിനസ് പറയുമ്പോൾ 50,000, ക്യാപിറ്റൽ 50,000. അടുത്തത് ബോട്ട് മെഷീനറി ഫോർ ക്യാഷ് കൊടുത്ത് മെഷീനറി വാങ്ങി. അപ്പോൾ ഇവിടെ അസറ്റായിട്ട് 10,000 രൂപയുടെ മെഷീനറി വന്നു, ക്യാപിറ്റലിൽ നിന്ന് 10,000 കുറഞ്ഞിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 15,000 രൂപ മുടക്കിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ അസറ്റ് വന്നു, ക്യാഷ് ഇവിടെ കുറഞ്ഞു. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ഓൺ ക്രെഡിറ്റ് ഓഫ് ₹5,000. അപ്പോൾ 5,000ൻ്റെ അസറ്റ് ഇവിടെ വന്നു, 5,000 രൂപ അയാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അത് ബാധ്യതയായിട്ട് ഇവിടെ കാണിച്ചു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. ഗുഡ്സ് സെയിൽ ചെയ്തു, അപ്പോൾ നമുക്ക് പൈസ കിട്ടി 10,000 രൂപ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് പോയി, അതുകൊണ്ടാണ് -10. പക്ഷെ പകരം 10,000 രൂപ ക്യാഷ് ആയിട്ട് ഇവിടെ വന്നു. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 1000 രൂപ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കണതുകൊണ്ട് അവിടെ അസറ്റിൽ നിന്ന് കുറഞ്ഞു, ക്യാപിറ്റലിൽ നിന്ന് അവിടെ കുറഞ്ഞു. ഇങ്ങനെയാണ് ഇക്വേഷൻ വൈസ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ ഫോളോയിങ് ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫാക്ടറി വേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് ആണ്, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ജനറൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ക്യാരേജ് ഔട്ട്വേർഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അഡ്വർടൈസ്മെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, കാർട്ടേജും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ വന്നിരുന്നത് കസ്റ്റം ഡ്യൂട്ടി ആയിരുന്നു, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത്രയാണ് 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 16ാമത്തെ ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 60,000 എന്ന് പറയുമ്പം അവിടെ എന്താണ്, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 9,000 ആണ്, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ആണ് വരിക 9,000. പിന്നെ പർച്ചേസ്ഡ് ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. സോൾഡ് ഗുഡ്സ് സെയിൽ ചെയ്തു പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ ബോട്ട് ഗുഡ്സ് ഫ്രം മെൽബി ഫോർ ₹20,000. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു മെൽബി, പേരാണ് തന്നത്, അപ്പോൾ ക്രെഡിറ്റിനാണ് വാങ്ങിയിരിക്കുന്നത്, പൈസ കൊടുത്തിട്ടില്ല, അപ്പോൾ പൈസയ്ക്ക് പകരം മെൽബി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ പൈസ സെയിൽസ് നടത്തി പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. പിന്നെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, അനഘ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഗുഡ്സ് കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അനഘ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. പിന്നെ മെൽബിക്ക് നമ്മൾ നേരത്തെ മെൽബിയുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നു, ഇപ്പോൾ ആ പൈസ കൊടുത്തു, അപ്പോൾ മെൽബി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ
കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. 25-ാമത്തേൽ അനഘയുടെ നിന്ന് ക്യാഷ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനഘ. ഇൻഷുറൻസ് കൊടുത്തു, ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെൻറ്റ് കൊടുത്തു, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത്രയാണ് അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. 17-ാമത്തെ ക്വസ്റ്റ്യനിൽ SMR ലിമിറ്റഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ ഇൻകം വന്നിട്ട് ആകെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10 lakh ഉണ്ട്. എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് 50,000. സ്റ്റോക്ക് ഇൻ ട്രേഡ് പർച്ചേസ് ചെയ്തു 5 lakh. അതർ എക്സ്പെൻസ് 3 lakh. ടോട്ടൽ എക്സ്പെൻസ് 8,50,000 വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1,50,000 ആണ്. അഡീഷണൽ ഇൻഫർമേഷനിൽ ട്രേഡ് റിസീവബിൾസ് 30,000 ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000 കൂടിയിട്ടുണ്ട്. ട്രേഡ് പേബിൾ ഇൻക്രീസ് ചെയ്ത് 15,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 3,000 ആണ്. അതർ എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ അടക്കം 25,000. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2023. ഇതൊന്ന് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുള്ള പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ 1,50,000. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തു. ഇൻക്രീസ് പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ കുറച്ചു. ഡിക്രീസ് ഇൻ ട്രേഡ്, ഇവിടുത്തെ ഈ സംഭവങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. ആദ്യം ഇതെടുത്തു, അതിനോടുകൂടി ട്രേഡ് റിസീവബിൾസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് റിസീവബിൾസ് ഒക്കെ അവിടെ കുറഞ്ഞു തുടങ്ങി പറഞ്ഞാൽ നമുക്ക് അത്രയും പൈസ കിട്ടിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ടതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇൻക്രീസ് ആയി പറഞ്ഞാൽ അത് കുറയ്ക്കുക. പിന്നെ ട്രേഡ് പേയബിൾസ് കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ആഡ് ചെയ്യാം. ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,18,000 ആണ് വരുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാർച്ചിൽ കിട്ടുന്നത് 2,18,000 ആണ്. 18-ാമത്തെ ക്വസ്റ്റ്യനിലെ ക്യുക്ക് റേഷ്യോ കാണാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യുക്ക് അസറ്റുകൾ ഏതാണെന്നുള്ളത് നോക്കുക. എളുപ്പത്തിൽ തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് ക്യുക്ക് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 ഉണ്ട്, ഡെറ്റേഴ്സ് 80,000 ഉണ്ട്, റിസീവബിൾ 60 ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് 60 ഉണ്ട്. അപ്പോൾ ക്യുക്ക് അസറ്റ് എത്ര ഉണ്ട്? ഈ 50,000 പ്ലസ് 80,000 പ്ലസ് 60,000 പ്ലസ് 60, അപ്പോൾ 2,50,000. കറണ്ട് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 50,000, ബിൽസ് പേബിൾ 30, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 40, ഷോർട്ട് ടേം ലോൺ 70. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 4 കൂടി വരും. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1,90,000 വന്നു. ക്യുക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ 2,50,000 ബൈ 1,90,000. റേഷ്യോ 1.32 എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്യുക്ക് റേഷ്യോ 1.32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് അസറ്റ് ഉണ്ട് അതിൻ്റെ കറണ്ട് ലയബിലിറ്റീനെ കവർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 0.32 ലയബിലിറ്റി ഉണ്ടെങ്കിൽ 1 ഇവിടെ അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. സെക്ഷൻ സിയിലേക്ക് വരുമ്പം വാട്ട് ഈസ് ട്രയൽ ബാലൻസ് ചോദിക്കുന്നുണ്ട്. മെത്തേഡ്സ് എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം, ഡിഫറൻസ് എന്താണ് ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് that list all the ledger accounts with their debit or credit balances. ഓരോ അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റ് ബാലൻസിന് അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എടുത്തെഴുതുക. പ്രിപ്പയർഡ് പീരിയഡിക്കലി ടു വെരിഫൈ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ പോസ്റ്റിംഗ്. നമ്മൾ ഓരോ പ്രാവശ്യവും പോസ്റ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡെബിറ്റ് ബാലൻസ് എപ്പോഴും ഓൾ ക്രെഡിറ്റ് ബാലൻസിന് ഈക്വൽ ആയിരിക്കും. ട്രയൽ ബാലൻസ് 2 തരത്തിൽ ചെയ്യാം. ടോട്ടലിംഗ് മെത്തേഡും ചെയ്യാം, ബാലൻസ് മെത്തേഡും ചെയ്യാം. ടോട്ടലിംഗ് മെത്തേഡ് പറഞ്ഞാൽ ഓരോ ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ടോട്ടൽ ചെയ്യാം. അതിനുശേഷം ആ ടോട്ടലിനെ ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഡെബിറ്റ് ബാലൻസിനെ ഡെബിറ്റ് സൈഡിലേക്കും ക്രെഡിറ്റ് ബാലൻസിനെ ക്രെഡിറ്റ് കോളത്തിലേക്കുമാണ് കൊടുക്കുക. ആ 2 ടോട്ടലും എപ്പോഴും കമ്പയർ ചെയ്യാം, ഇക്വാലിറ്റി ഉറപ്പ് വരുത്തുക, 2 സൈഡ് ഈക്വൽ ആയിട്ട് വരിക. ബാലൻസ് മെത്തേഡ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ബാലൻസ് ഓഫ് ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ്. ഇവിടെ ഓരോന്നും ടോട്ടൽ ചെയ്യുന്നതാണ് ടോട്ടലിംഗ് മെത്തേഡ്. ഇവിടെ ബാലൻസ് ആണ്, ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാലൻസുകളെ കറക്റ്റായിട്ട് ട്രയൽ ബാലൻസിലേക്ക് എഴുതുക. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കൃത്യമായിട്ട് ആ കോളത്ത് കൊടുക്കുക. രണ്ടും ഈക്വലൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ പറയും. ട്രയൽ ബാലൻസ് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് ഒക്കെ വെരിഫൈ ചെയ്യാനാണ്. ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫിക് പോയിന്റ് ടൈമിൽ.
ഇതൊരു വർക്ക്ഷീറ്റാണ് ട്രയൽ ബാലൻസ്. ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓരോ പീരിയോഡായിട്ടാണ് ഇത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ട്സിൽ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് വരും. അത് റിയൽ, നോമിനൽ, പേഴ്സണൽ എല്ലാം അവിടെ വരും. പക്ഷേ ബാലൻസ് ഷീറ്റിൽ റിയൽ അക്കൗണ്ട്സ് മാത്രമായിരിക്കും കാണിക്കുക. ഓർഡർ ഓഫ് അക്കൗണ്ട്സിൽ സ്പെസിഫിക് ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല ട്രയൽ ബാലൻസിൽ. പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ പറഞ്ഞിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാ ഡെബിറ്റ് ബാലൻസും ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ടോട്ടൽ അസറ്റ് ടോട്ടൽ ലയബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് എസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, പർച്ചേസ് എഴുതുക, ക്യാരേജ് ഓൺ പർച്ചേസ് എഴുതുക, വേജ് എഴുതുക. ഇവിടെ സെയിൽസ് എഴുതുക, ക്ലോസിംഗ് സ്റ്റോക്കും ഗ്രോസ് ലോസ് ആണ് വന്നിരിക്കുന്നത്. ഈ സൈഡാണ് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോസ് ലോസ് കാണിച്ചു 13,500. അതിനുശേഷം ഈ 13,500 ലോസ് ആയതുകൊണ്ട് P&L അക്കൗണ്ടിൽ നമ്മളിങ്ങോട്ട് എഴുതുകയാണ് ചെയ്തത്. ഗ്രോസ് ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റെൻ്റ് ഉണ്ട്, പോസ്റ്റേജ് ഉണ്ട്. ഇവിടെ റെൻറ്റും പോസ്റ്റേജും മാത്രം ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ സൺട്രി എക്സ്പെൻസസ് 1,700. അപ്പോൾ ആകെ വന്നിരിക്കുന്ന ഡെബിറ്റ് സൈഡിൽ മാത്രം 3,000 സൺട്രി എക്സ്പെൻസും. അതായത് ഗ്രോസ് ലോസ്, ഇവിടെ നമുക്ക് ഗ്രോസ് ലോസ് കിട്ടിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ റെൻറ്റും പോസ്റ്റേജും സൺട്രി എക്സ്പെൻസും മാത്രം വന്നത്. ഈ ഒരു സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ ഈ സൈഡിലെ ടോട്ടലാണ് ഈ ഒരു 20,000 എന്ന് പറയുന്നത്. അത് ഗ്രോസ് ലോസ് ആക്കി അവിടെ എഴുതി. അതിനുശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി. ക്യാപിറ്റൽ 2 lakh ഉണ്ട്. അത് ഡ്രോയിങ്സ് ലെസ് ചെയ്തു 9,000. പിന്നെ നമുക്ക് കിട്ടിയത് നേരത്തെ നെറ്റ് ലോസ് ആയിരുന്നു. ആ ലോസിന് ഇവിടെ മൈനസ് ചെയ്യാം. ക്യാപിറ്റൽ 1,71,000, ക്രെഡിറ്റേഴ്സ് 10,000, ബിൽസ് പേബിൾ 4,000, ടോട്ടൽ 1,85,000. അസറ്റ് സൈഡിൽ ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. ടോട്ടൽ 1,85,000. അപ്പോൾ രണ്ട് സൈഡും ഇവിടെ ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റയുടെ ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൻസർ കീ ഇത്രയും വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തത്. അപ്പോൾ അങ്ങനെ സംശയമുള്ള ആളുകൾ തീർച്ചയായും ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഈ ഒരു എല്ലാ സബ്ജക്റ്റ് വൈസ് ചാപ്റ്റർ വൈസുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻസർ കീ. അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആൻസർ കീയിൽ എത്രത്തോളം കണ്ടൻറ്റ് വേണമെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ എക്സാം എഴുതുമ്പോഴും പോയിന്റുകൾ അവിടെ കൊണ്ടുവരേണ്ടതെന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു ആൻസർ കീ തന്നെ അങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്